ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു ഹിന്ദി ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു ചാപ്റ്ററാണ് ടൂട്ടാ പഹിയ. ടൂട്ടാ പഹിയ കിസ്കി രചന ഹേ? ധർമ്മവീർ ഭാരതി की രചന ഹേ ടൂട്ടാ പഹിയ. ടൂട്ടാ പഹിയ എന്ന കവിതയിൽ കവി ധർമ്മവീർ ഭാരതി മഹാഭാരത കഥയുമായി ബന്ധപ്പെടുത്തിയാണ് ഈ കവിതയെ വർണ്ണിച്ചിരിക്കുന്നത്. മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യു ചക്രവ്യൂഹത്തിൽ തനിയെ പ്രവേശിക്കുകയും കൗരവസേനയിലെ മഹാരഥികൾ അഭിമന്യുവിനെ വളയം ചെയ്യുകയും ചെയ്യുന്നു. കൗരവസേനയ്ക്കറിയാം അവർ ചെയ്യുന്നത് തെറ്റാണെന്ന്. എന്നിട്ടും അഭിമന്യുവിനെതിരെ യുദ്ധം ചെയ്യുകയും അഭിമന്യുവിൻ്റെ ആയുധങ്ങൾ എല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് രഥത്തിലെ ചക്രത്തെയാണ് അഭിമന്യു കൗരവസേനയെ എതിരിടുന്നതിന് വേണ്ടി ആയുധമാക്കിയത്. यह पहिया उपेक्षित मानव का प्रतीक है. टूटा पहिया हिंदी के प्रमुख कवि धर्मवीर भारती की रचना है. महाभारत युद्ध में कौरव सेना अभिमन्यु को चक्रव्यूह में घेर कर लिया. अभिमन्यु के शत्रु पक्ष के लोग जानते थे कि न्याय अभिमन्यु के पक्ष में है, फिर भी वे उसको ब्रह्मास्त्र से मार डालने को तैयार हो गए. तब अभिमन्यु को टूटा पहिया का सहारा मिला. कवि ने इस घटना के आधार पर ही कविता का वर्णन किया. समाज जब न्याय और सत्य के रास्ते से हटकर असत्य के मार्ग पर बढ़ेगा, तब उसके विरुद्ध आवाज़ उठाने वाला कोई व्यक्ति अभिमन्यु के समान आएगा. उस समय उसके लिए लघु और निस्सार समझे जाने वाला कोई आदमी सहायक बनेगा. टूटा पहिया जैसा लघु मानव की उपेक्षा नहीं करनी चाहिए, यही इस कविता का संदेश है. टूटे पहिए को क्यों फेंकना नहीं चाहिए? जिस चीज़ को हम फालतू समझकर फेंक देते हैं उसका कभी उपयोग करने का मौका आ सकता है. इसलिए कहा कि टूटी पहियों को फेंकना नहीं चाहिए. നമ്മൾ സമൂഹത്തിൽ കാണുന്ന അനീതിക്കെതിരെ, അസത്യത്തിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ നമ്മോടൊപ്പം നിൽക്കാൻ വളരെ കുറച്ച് പേരെ കാണുള്ളൂ. അവർ എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായി കരുതുന്ന കുറച്ച് പേരായിരിക്കാം. അതുകൊണ്ട് ആരെയും നിസ്സാരമായി കരുതരുത് എന്നാണ് ഈ കവിതയിലെ സന്ദേശം. കവിതയിലെ പ്രതീകങ്ങളും അതെന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നാണ്. टूटा पहिया लघुमानव, अभिमन्यु उच्च मानव, चक्रव्यूह आधुनिक समस्याएं, महारथियों विपक्षी दल, ബ്രഹ്മാസ്ത്ര ശക്തിശാലി ഹത്തിയാർ. ഈ കവിതയിൽ നിന്നും കവിതയുടെ ആശയം ചോദിക്കാം, ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം.